ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവ് പുതിയ പ്രൊമോയിൽ കാര്യങ്ങളൊക്കെ വീണ്ടും കൈവിട്ടു പോവുകയാണല്ലേ ഗൈസ്. നമ്മുടെ സുധീനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും അച്ഛനും സച്ചിയും കൂടെ ഇറക്കി കൊണ്ടുവരുന്നുണ്ട്. ശേഷം വീട്ടില് നമ്മുടെ എല്ലാവരും കൂടെ നമ്മുടെ സുധിയുടെ കാര്യം തീരുമാനിക്കുവാണ്. കാരണം സുധി ഇങ്ങനെ പോയാൽ എങ്ങനെയാകും, ശ്രുതിനെ എത്രയും വേഗം തിരികെ വിളിക്കണം എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ചന്ദ്രമതി വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ആരും ശ്രുതി ഇങ്ങോട്ട് തിരികെ വരും എന്നുള്ള ഒരു കാര്യത്തില് തീരുമാനമൊന്നും എടുക്കണ്ട, അത് സ്വപ്നവും കാണണ്ട. ഞാൻ ഒരിക്കലും അവളെ ഈ കുടുംബത്ത് കയറ്റില്ല. എന്റെ മോനെ കൊണ്ട് ഞാൻ വീണ്ടും വേറെ വിവാഹം ചെയ്യിപ്പിക്കും, അങ്ങനെ അവൻ ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി രണ്ടും കൽപ്പിച്ച് തന്നെ നിൽക്കുവാണേ. ശ്രുതി ആണെങ്കിലോ താൻ സുധിയെ കണ്ട് എന്താ പറയാ, ഉറപ്പായിട്ടും താൻ ചന്ദ്രോദയം വീട്ടിലേക്ക് തിരികെ കയറും എന്നുള്ളൊരു വാശിയിലാണ് നമ്മുടെ ശ്രുതിയും. എന്തായാലും എങ്ങനെയൊക്കെ ആയി തീരും കാര്യങ്ങൾ. നമ്മുടെ ശ്രുതിയുമായിട്ടൊന്ന് നേരിട്ട് കണ്ട് സംസാരിച്ച പിന്നെ നമ്മുടെ ശ്രുതി ജയിച്ചത് തന്നെയാണല്ലേ. നമ്മുടെ ശ്രുതിയുടെ മനസ്സിൽ ശ്രുതിയോടുള്ള ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉള്ളിടത്തോളം കാലം ഒരിക്കലും നമ്മുടെ ശ്രുതി തോറ്റു പോകില്ല അല്ലെ ഗൈസ്. എന്ന് നമ്മുടെ ശ്രുതിയുമായിട്ട് സംസാരിക്കുമെന്നോ അന്ന് നമ്മുടെ ശ്രുതിയുടെ കൈയും പിടിച്ച് ശ്രുതി ആ ചന്ദ്രോദയം വീട്ടിലേക്ക് കയറി വരും എന്നുള്ളൊരു കാര്യം 100% ഉറപ്പ് തന്നെയാണ് അല്ലേ. കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.